रतारी यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय श्री राधा गोविंद देव जी भगवान की जय, श्री पंचतत्व की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय, नम परमाल की जय। मुगम करोति वाचालं पंगुर्लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। वन्दे रूपसनातना रघुजुगौ श्रीजीवगोपालकौ। ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് ആദ്യം ഒരു ശ്ലോകം വായിക്കാം. ഭഗവത്ഗീതയിൽ ഇന്ന് 10-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം. 10-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാനാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാനാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. സോ ഈ 10-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ദിവ്യമായ വൈഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അധ്യായമാണ് 10-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ. കൃഷ്ണൻ ഓരോ കാര്യങ്ങളിൽ, അതായത് ഞാൻ എങ്ങനെ ഏതൊക്കെ ഇതിൽ കൃഷ്ണൻ എങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ രാക്ഷസന്മാരിൽ വെച്ച് ഞാൻ പ്രഹ്ലാദനാണ്, അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്, ഞാൻ എല്ലാത്തിനെയും നശിപ്പിക്കുന്നതിൽ ഞാൻ സമയമാണ്, കാലമാണ്, എല്ലാ മൃഗങ്ങളിൽ വെച്ച് ഞാൻ സിംഹമാണ്, എല്ലാ പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനാണെന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഇതിൽ നല്ല ഉണ്ടായി. ഇപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ ഏതൊരു വായിച്ചാലും അക്ഷരാനാം അകാരോസ്മി, അങ്ങനെ അക്ഷരങ്ങളിൽ വെച്ച് ഞാൻ ആ എന്നാണ്. അങ്ങനെ ഭഗവാൻ ഏതൊക്കെ ഇതിൽ എങ്ങനെയുണ്ട് എന്നുള്ള ഭഗവാന്റെ ഉയർന്ന ഗുണത്തിന് ഈ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ദി ഓപ്പുലൻസ് ഓഫ് ദ അബ്സല്യൂട്ട് പറഞ്ഞിട്ട് 10-ാമത്തെ അധ്യായം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഭഗവാൻ പക്ഷികളിൽ വെച്ച് ഗരുഡനാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഗരുഡനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ജഗന്നാഥ് പുരിയിൽ ജഗന്നാഥിൻ്റെ ലീലകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജഗന്നാഥ് പുരിയിൽ വരുന്നതിൽ കണക്റ്റായിട്ടുള്ള ഗരുഡൻ്റെ ലീല. അപ്പോൾ ജഗന്നാഥ് പുരിയിൽ ഭഗവാൻ ജഗന്നാഥിന് ഗരുഡ സേവ പറഞ്ഞൊരു സേവ ഉണ്ട്. ഗരുഡ സേവ പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, ജഗന്നാഥ് പുരിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാന് കുക്കിംഗ് ചെയ്യാനുള്ള ആൾക്കാർ സെപ്പറേറ്റ് കുറേ ഉണ്ട്, അവിടെ അമ്പലത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അതുപോലെ ഈ ഗരുഡ സേവ പറഞ്ഞ ആൾക്കാർ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദിവസം വൈകുന്നേരം ആകുമ്പോൾ 4 മണിയാകുമ്പോൾ ജഗന്നാഥിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉയർന്ന ഗോപുരം, താഴെ നോക്കിയാൽ മുകളിൽ കാണാം, അത്ര ഉയർന്ന നീളത്തിലുള്ള ഗോപുരം. ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മേലെ ഒരു സുദർശന ചക്രം ഉണ്ടാവും. ആ ചക്രത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ ആ കൊടി മാറ്റും. അവിടെ കുറേ കൊടികൾ കെട്ടിവെച്ചിട്ടുണ്ടാവും ആ ചക്രത്തിൻ്റെ മുകളിൽ. ആ കൊടികളൊക്കെ അഴിച്ച് മാറ്റി പുതിയ കൊടി കെട്ടും. അത് ഓരോ പ്രതി ദിവസവും ഇങ്ങനെ നടക്കാറുണ്ട്. ആ കൊടി എന്താ വെച്ചാൽ ഭഗവാന്റെ കൊടിക്ക് എന്താ പറയുക, ഗരുഡധ്വജ എന്ന് പറയും. ഭഗവാന്റെ കൊടിയിൽ ഗരുഡൻ ഉണ്ടാവും, അതുകൊണ്ട് ഗരുഡധ്വജ എന്ന് പറയും. നമ്മൾ ഗുരുവായൂരിലാകട്ടെ ഏതൊക്കെ ക്ഷേത്രമായാലും ആ ഭഗവാന്റെ കൊടിമരത്തിന് ഗരുഡസ്തംഭം എന്ന് പറയാറില്ലേ. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കൊടിമരം കാണാറുണ്ട്, അതിന് ഗരുഡസ്തംഭം എന്ന് പറയും. അതിലുള്ള കൊടിയിൽ ഗരുഡൻ്റെ ഫോട്ടോ ഉണ്ടാവും, ഗരുഡൻ്റെ പെയിൻ്റ് കൊണ്ട് വരച്ച് വെച്ചിരിക്കും ചിലപ്പോൾ ഉത്സവകാലങ്ങളിൽ. കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് ഗുരുവായൂരപ്പൻ്റെ ടെമ്പിളിലൊക്കെ. അപ്പോൾ ഗരുഡസ്തംഭം, കൊടിമരം എന്ന് പറയില്ല, കൊടിമരം, അതിൻ്റെ മുകളിൽ ഗരുഡൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗരുഡ സേവ എന്നുള്ള ഈ ആൾക്കാർ, ഗരുഡൻ്റെ ഈ സേവ ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഈ കൊടി അമ്പലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ജഗന്നാഥിൻ്റെ കൊടി മാറ്റണത്. അപ്പോൾ അവർക്ക് ഇനിയൊരു സേവ വന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഉള്ളിൽ ജഗന്നാഥിൻ്റെ മുമ്പിലായിട്ട് ഒരു ഗരുഡസ്തംഭം, ഒരു കൊടിമരം ഉണ്ട്. ആ കൊടിമരത്തിൻ്റെ മുകളിൽ നല്ല കല്ലുകൊണ്ടുള്ള ഒരു വലിയ ഗരുഡൻ്റെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന് അവർ ദിവസം എണ്ണ തേച്ച് നല്ലപോലെ അഭിഷേകം ചെയ്ത് നല്ല പട്ടിൻ്റെ വസ്ത്രം കൊണ്ട് ശൃംഗാരം ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ ഗരുഡ സേവ എന്ന് പറഞ്ഞാൽ ഈ ഗരുഡൻ്റെ സേവ ചെയ്യുന്ന ആൾക്കാരാണ് ഈ രണ്ട് സേവ.
ഒന്ന് ഉള്ളിലുള്ള ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഗരുഡൻ്റെ വിഗ്രഹത്തിനെ അലങ്കരിക്കുക. രണ്ടാമത്തേത് മുകളിൽ കയറിയിട്ട് ആ കൊടിമരത്തിന് അമ്പലത്തിൻ്റെ മുകളിൽ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ അമ്പലത്തിൻ്റെ മുകളിൽ ഉയർന്ന ഇതിലുള്ള കൊടി മാറ്റുക. അപ്പോൾ നിങ്ങൾ ജഗന്നാഥ് പുരി ടെമ്പിൾ എന്നുള്ളത് യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാം. എത്ര ഉയർന്ന ഗോപുരമാണ്. ഒരു 200-300 അടി ഉയരമുണ്ട് ഗോപുരം. ഉയർന്ന ഗോപുരം. അതിങ്ങനെ നീണ്ട് മെലിഞ്ഞിരിക്കും. അതിൽ മുകളിൽ കയറാൻ ഏണിയോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വെറും ഇങ്ങനെ കല്ലിങ്ങനെ പിടിച്ച് വേണം മേലെ കയറാൻ. നമ്മളത് കയറുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിയാവും. കണ്ടാൽ താഴെ വീണാലോ എന്ന് തോന്നും. അത്ര പേടിയാവും. അതിങ്ങനെ മുകളിൽ അവർ കയറുന്ന കണ്ടാൽ ഒരു ചെറിയൊരു എറുമ്പ് ഇങ്ങനെ മേലെ കയറുന്ന പോലെ കാണാം. അത്ര ചെറുതായിരിക്കും, അത്ര വലുതായിരിക്കും ഗോപുരം. അതിലിവർ വളരെ ചെറുതായിട്ട് കാണും. അപ്പോൾ ആ കൊടി മാറ്റാനുള്ള ആൾക്കാർ ദിവസം ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറും. അത് കാണാൻ ഭയങ്കര കൂട്ടായിരിക്കും. അവർ മുകളിൽ കയറുന്നത് കാണാൻ. വൈകുന്നേര സമയത്ത് ഇതിന് മുമ്പൊക്കെ 6 മണിക്കായിരുന്നു കയറുന്നത്. ഇപ്പോൾ 4 മണിക്കാക്കി ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ. ആ കൊടി മാറ്റുന്നത് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ കാത്തിരിക്കും. ആ മുകളിൽ കയറുന്നത് കാണാൻ. ചെറിയ കല്ലിൽ കൂടെ പിടിച്ച് മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവർ ആ സുദർശന ചക്രമുണ്ട്. ആ ചക്രത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ചക്രത്തിൻ്റെ മുകളിൽ നിന്ന് അവർ കൊടി മാറ്റും. ആ കൊടി മാറ്റിയിട്ട് ആ കൊടിയിൽ നിറയെ കൊടികളുണ്ടാവും. കുറേ കൊടികൾ ചെറുതായിട്ട്, വലിയതായിട്ട് ഒരു കൊടി, മറ്റുള്ള ചെറിയ കൊടികൾ. ആ പതാക എന്ന് പറയില്ലേ, ജയപതാക, ഭഗവാന്റെ ഫ്ലാഗ്. അപ്പോൾ ആ ഫ്ലാഗൊക്കെ അത് എടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് അതിനവർ ഏലം വിളിക്കും. ഓരോരുത്തർ പറയും ഇതിന് 5000-4000 പറഞ്ഞ് ഏലം വിളിച്ചിട്ട് ഓരോരുത്തർ ആ കൊടി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെക്കാറുണ്ട്. ജഗന്നാഥിൻ്റെ ആ ഫ്ലാഗ് കൊടി. അപ്പോൾ ഇങ്ങനെ ഈ കയറുന്നതിൽ എത്രയോ ആയിരക്കണക്കിന് വർഷം കൊണ്ട് ദിവസം ആൾക്കാരിൻ്റെ മുകളിൽ കയറി ഭഗവാന്റെ ആ പതാക കൊടി മാറ്റിക്കെട്ടാറുണ്ട്. ഇതുവരെ ഒരാളും അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ടില്ല. അത് നമ്മൾ വെറുതെ താഴെ നോക്കിയാൽ അത്ര പേടിയാവും. മുകളിൽ കയറുന്നത് കണ്ടാൽ അത്ര ഉയരമുണ്ട്. ഒന്നും പിടിക്കാനോ ഒരു സാധനങ്ങളില്ല. അവർ ഭയങ്കര എക്സ്പെർട്ടാണ് അവർ കയറുന്ന ആൾക്കാർ. അപ്പോൾ അവരതിൻ്റെ മുകളിൽ കയറി ദിവസം കിട്ടും. അങ്ങനെയുള്ളപ്പോൾ ഈ ഇടയ്ക്കായിട്ട് റീസെൻ്റായിട്ട് ഒരു 10-20 കൊല്ലം മുന്നേ ഒരു ചെറിയൊരു കുട്ടി അതിൽ കയറി കൊടി കയറ്റാൻ. അവരെങ്ങനെ വെച്ചാൽ ആ കുട്ടി ആ വംശത്തിൽ വരുന്നവർക്കാണ് ആ സേവ. ആ മുകളിൽ കയറുന്ന ആൾക്കാർ അവരെ വംശത്തിൽ വരുന്നവർക്ക് മാത്രമേ ആ സേവ ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുപോലെ ഭഗവാന് പാചകം ചെയ്യുന്ന ആൾക്കാർ അവരെ വംശത്തിൽ വരുന്നവർ മാത്രം പാചകം. അതുപോലെ ഭഗവാൻ പൂജ ചെയ്യണവർ അവരെ വംശത്തിൽ വരുന്നവർ മാത്രം പൂജ. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഈ കൊടിമരത്തിൽ ഈ ഭഗവാന്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി കൊടി കെട്ടാനുള്ള ആൾക്കാർ ആ വംശത്തിൽ വരുന്ന ഒരു കുട്ടി, 11 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ ചെറുപ്പം തൊട്ടേ മുകളിൽ കയറാൻ വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കുട്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ മുകളിൽ കയറി ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആ കുട്ടി അവിടെ നിന്ന് താഴെ വീണു. താഴോട്ട് നോക്കിയതാണ്. നേരെ മുകളിൽ നോക്കി പോകണമെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു. താഴോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ തല ചുറ്റും താഴോട്ട് വീഴും. മുകളിൽ നിന്ന് താഴെ വീണത് ഇങ്ങനെ തല ഇങ്ങനെ താഴെ കുത്തിനായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര വേഗത്തിൽ ഇങ്ങനെ താഴോട്ട് വരികയാണ്. ആ വരുന്ന സ്പീഡ് കണ്ടിട്ട് ആൾക്കാരൊക്കെ ജയ് ജഗൻ, എന്താ ഇപ്പോൾ കുട്ടി താഴെ വീണ് തല പൊട്ടിത്തെറിക്കുമല്ലോ വിചാരിച്ച് ആൾക്കാരൊക്കെ ഒന്നിച്ച് ജയ് ജഗന്നാഥ് 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 ഇങ്ങനെ ഒച്ചിട്ട് വിളിക്കാൻ തുടങ്ങി ആൾക്കാരൊക്കെ. ആ കുട്ടി ഇങ്ങനെ തല താന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരികയാണ്. ആ സമയം നോക്കിയിട്ട് ആൾക്കാരൊക്കെ ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചപ്പോൾ എവിടെന്നാന്നറിയില്ല താഴെ കുട്ടീൻ്റെ തല ഇങ്ങനെ ഇങ്ങനെ മണ്ണിൻ്റെ അടുത്ത് തട്ടാൻ വേണ്ടി, കല്ലിൽ തട്ടാൻ വേണ്ടി എത്തിയ സമയത്ത് എവിടെന്നാന്നറിയേണ്ട 2 വലിയ കുരങ്ങുകൾ, 2 കുരങ്ങന്മാർ 2 2 സൈഡിൽ വന്നിട്ട് ആ കുട്ടീനെ താഴെ ഇങ്ങനെ വീണതിന് 1 സെക്കൻഡ് മുന്നേ ആ കുട്ടീനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് കൊണ്ട് ആ കുട്ടീനെ കൊണ്ടുവച്ചു എന്ന്. അപ്പോൾ ഇപ്പോഴും എല്ലാവരെയും വിശ്വാസം ജഗന്നാഥും ബലദേവനും തന്നെ അങ്ങനെ വന്ന് ആ കുട്ടിയെ താഴെ വീഴാണ്ട് രക്ഷിച്ചതാണെന്ന് ഇപ്പോഴും എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ ഇതുവരെ ജഗന്നാഥ് പുരിയിൽ അങ്ങനെ താഴെ വീഴാന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഈ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ സാക്ഷാത്ത് ഭഗവാൻ തന്നെ വന്ന് ആ കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയാറ്. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ശ്ലോകത്തിൽ വായിച്ചത് പക്ഷീനാം വൈനതേയാം പക്ഷീനാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഗരുഡൻ. അപ്പോൾ ഈ ഗരുഡ സേവ ചെയ്യുന്ന ആൾക്കാരാണ് മുകളിൽ ജഗന്നാഥ് ടെമ്പിളിൽ കൊടി കെട്ടുന്നതും താഴെ ക്ഷേത്രത്തിനുള്ള കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡന് അഭിഷേകം ചെയ്യുന്നതും. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗരുഡൻ എന്തുകൊണ്ടാണ് ഭഗവാന്റെ കൊടിമരത്തിലുള്ളത്,
ഭഗവാന്റെ വാഹനമായിട്ടുള്ളത് എന്നുള്ള അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. അപ്പോൾ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ ഇന്ന് ഗരുഡനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ കശ്യപ ഋഷി പറഞ്ഞ ഋഷി ഉണ്ടായിരുന്നു. ആ ഋഷിക്ക് വിനത കദ്രു പറഞ്ഞിട്ട് 2 ഭാര്യമാർ. വിനത കദ്രു പറഞ്ഞിട്ട് 2 ഭാര്യമാർ. അപ്പോൾ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക്, ആ ഋഷിയുടെ ഒരു ഭാര്യയ്ക്ക് 1000 പാമ്പുകൾ, സർപ്പങ്ങളായിരുന്നു കുട്ടികളായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, തക്ഷക, വേറെ 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 സർപ്പങ്ങൾ, എല്ലാ സർപ്പങ്ങളും അവൾക്ക് കുട്ടികളായിട്ട് ജനിച്ചു. മറ്റുള്ള വിനത എന്നുള്ള ഭാര്യയ്ക്ക് അവൾക്ക് 2 മുട്ടകളായിരുന്നു ജനിച്ചത്. ആ മുട്ടയിൽ നിന്ന് അപ്പോൾ ഈ മറ്റേ ചേച്ചിയായിട്ടുള്ള കദ്രുവിന് 1000 കുട്ടികൾ ജനിച്ചു, 1000 സർപ്പങ്ങൾ കുട്ടിയായി ജനിച്ചു, ഒക്കെ പവർഫുള്ളായിട്ടുള്ള സർപ്പങ്ങൾ. അപ്പോൾ ഈ വിനത എന്നുള്ളവൾക്ക് എനിക്കിനിയും കുട്ടികളുണ്ടായില്ലല്ലോ വിചാരിച്ചിട്ട് ഒരു മുട്ടയെ എടുത്ത് പൊട്ടിച്ച് നോക്കിയെന്ന്. ഇനിയും കുട്ടികളായില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയെന്ന്. പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം ഇങ്ങനെ പുറത്തോട്ട് വന്നു. ഇങ്ങനെ ചിറകം അടിച്ചുകൊണ്ട് ഒരു പക്ഷിയെ പോലെ രൂപം പുറത്തോട്ട് വന്നു. ആ കുട്ടി എന്ത് ചെയ്യും, ഇനിയും എൻ്റെ ശരീരം ഇതുവരെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് വളർന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ നിങ്ങളിത് പൊട്ടിച്ചെടുത്തതുകൊണ്ട് നിങ്ങളെ ചേച്ചിക്ക് ദാസിയായി മാറട്ടെ, ഒരു എന്താ പറയുക, ഒരു പണിക്കാരിയായി മാറട്ടെ പറഞ്ഞ് ശാപം കൊടുക്കും. എന്താ വെച്ചാൽ ആ മുട്ടന് ശരിക്കും വളരെ മുമ്പേ പൊട്ടിച്ചില്ലേ, അപ്പോൾ ആ ദേഷ്യത്തിൽ ഇങ്ങനെ ചേച്ചിക്ക് ദാസിയായി പോകട്ടെ എന്നൊരു ശാപം കൊടുത്തിട്ട് ആ കുട്ടി, അതിന് ഉള്ളിൽ നിന്ന് വന്ന ആ കുട്ടി അങ്ങനെ നേരെ ആകാശത്തിൽ പറന്നു പോയിട്ട് സൂര്യദേവല്ലേ, സൂര്യൻ, ആ സൂര്യൻ്റെ സാരഥിയായിട്ട് മാറും. സൂര്യൻ്റെ സാരഥിക്ക് എന്താ പേര്? അരുണ എന്നാണ് പേര്, അരുണ. അതാണ് ചിലപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ അരുണോദയം എന്നൊക്കെ പറയും, അരുണോദയ കീർത്തൻ എന്ന് പറയും. അപ്പോൾ അരുണ എന്നുള്ള ആ സാരഥിയായിട്ട് ഈ വിനതയുടെ ഒരു മകൻ സൂര്യദേവൻ്റെ സാരഥിയായി. അപ്പോൾ വിനത ഇങ്ങനെ മറ്റുള്ള ഒരു മുട്ട കയ്യിലുണ്ട്, അതും വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് കുട്ടിയാണോ ജനിക്കാൻ പോകണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന സമയത്ത് എല്ലാ ദേവതകളൊക്കെ അനുഗ്രഹം കൊണ്ട് ഒരു ശക്തിമാനായിട്ടൊരു കുട്ടിയാണ് ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ജനിക്കാൻ പോണത്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സൂര്യദേവൻ്റെ മുന്നിൽ ഈ 60,000 ചെറിയ ചെറിയ ഋഷികളുണ്ട്. ആ ഋഷികളെ പേര് വന്നിട്ട് വാൽക്കില്യ എന്ന് പറയും, വാൽക്കില്യന്മാരെന്ന് പറയും. ഈ വാൽക്കില്യന്മാർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, അവരുടെ സൈസ് ഇത്ര ചെറിയ സൈസായിരിക്കും. ഭയങ്കര ശക്തിയുള്ള ഋഷികളാണ്, പക്ഷേ അവരെ കാണാൻ വളരെ ചെറിയ കുട്ടികളെ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഋഷികളൊക്കെ ഒരിക്കൽ ഇങ്ങനെ ഒരു നദി ഇങ്ങനെ ഒരു പുഴ കടന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ചെറിയ കുട്ടികളെ പോലെ ഉള്ളതുകൊണ്ട് അവർക്ക് ആ നദി കടക്കാൻ പറ്റാണ്ട് മുട്ടോളം വെള്ളത്തിലിങ്ങനെ നിറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവേന്ദ്രൻ തൻ്റെ രഥത്തിലിരുന്നിട്ട് പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ പോവുകയാണ്, മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ഋഷികളൊക്കെ കണ്ടിട്ട് ഇന്ദ്രനൊരു തമാശ തോന്നി. നോക്ക്, ഋഷി വലിയ വലിയ പവർഫുൾ ഋഷികളാണ്, അവർക്കൊരു നദി കടക്കാൻ പോലും പറ്റില്ല പറഞ്ഞൊരു ഒന്ന് ചിരിച്ചു ഇന്ദ്രൻ ഇവരെ കണ്ടിട്ട്, ഈ ഋഷികളെ കണ്ടിട്ട്. അപ്പോൾ ഈ ഋഷികൾക്ക് മനസ്സിലായി ഇന്ദ്രൻ്റെ ഭാവം എന്താണ്, മനസ്സിലെന്താണെന്നുള്ളത് മനസ്സിലായി, അഹങ്കാരത്തിലിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ആ ഋഷികൾ പറഞ്ഞു, ഇനി ഒരു ഇന്ദ്രൻ കൂടെ ഉണ്ടായിക്കോട്ടെ പറഞ്ഞു, വേറൊരു ഇന്ദ്രൻ കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് അവരൊന്ന് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പവറായിട്ട് എന്ത് ചെയ്തു, ഈ ഋഷികളെയൊക്കെ എല്ലാവരുടെ പവറും എല്ലാ ദേവതകളെയും ബ്രഹ്മാന്നുള്ള എല്ലാ ഋഷികളെയൊക്കെ ശക്തി കൊണ്ട് ഒരു ശക്തിയായിട്ടുള്ളൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിയാണ് ഈ വിനതയുടെ കയ്യിലുള്ള മറ്റൊരു മുട്ടയെന്ന് ജനിച്ചു വന്നത്. ആരാണ് ആ കുട്ടി? അതാണ് നമ്മളിന്ന് ഭഗവത്ഗീതയിൽ വായിച്ച ശ്ലോകത്തുള്ള ഗരുഡൻ. ആ ഗരുഡൻ എന്നുള്ള ഭഗവാന്റെ വാഹനമായ ഗരുഡൻ അങ്ങനെയാണ് ആ മുട്ടയെന്ന്, വിനതയുടെ കയ്യിലുള്ള ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നു. അപ്പോൾ വിനതയുടെ കയ്യിൽ നിന്ന് ആ മുട്ടയെന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ ഗരുഡൻ്റെ സൈസ് വളരെ വലിയ സൈസാണെന്ന്, വലിയ രൂപം, ഭയങ്കര ശക്തിയൊന്ന് ഗരുഡന്. അപ്പോൾ ഗരുഡൻ പുറത്ത് വന്നപ്പോൾ തന്നെ ഗരുഡന് ഭയങ്കര വിശന്നിട്ട് എന്താ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയെ ഞാൻ എന്താ കഴിക്കുക, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് ചോദിക്കുന്നു അമ്മയടുത്ത്. അപ്പോൾ അമ്മ പറയാണ്, അച്ഛൻ്റെ അടുത്ത് ചോദിക്കും മോനെയും ചോദിക്കും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യും, അടുത്തുള്ള ഒരു ദ്വീപം, എന്താ പറയുക, ഒരു ഐലാൻഡ് എന്നൊക്കെ പറയില്ലേ, ഒരു ദ്വീപം, ആ ദ്വീപം കാണിച്ചു കൊടുത്തിട്ട് അവിടെ പോയിട്ട് ആ ലാൻഡിലുള്ള ആ സ്ഥലത്തുള്ള എല്ലാത്തിനും കഴിച്ചോളാൻ പറയും. അവിടെ വെറും രാക്ഷസന്മാരേ ഉള്ളൂ, അപ്പോൾ അവരെയൊക്കെ കൊത്തി തിന്നോളാൻ പറയും. ആര്? ഈ ഋഷി. അപ്പോൾ ഗരുഡനോട് പറയും, നീ എല്ലാം എന്ത് വേണമെങ്കിലും കഴിച്ചോ, പക്ഷേ ഈ ബ്രാഹ്മണം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരും
പശുക്കളും, കൃഷ്ണനൊരു പേരുണ്ട്, നമോ ബ്രാഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായച്ച. അപ്പോൾ ഈ പശുക്കളും ഭക്തന്മാരും ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവർക്ക് മാത്രം എപ്പോഴും യാതൊരു ശല്യം വരാണ്ട് നോക്കിക്കൊള്ളണം എന്ന് പറയും. ശരി പറഞ്ഞിട്ട് ഗരുഡൻ അവിടെയുള്ള അസുരന്മാരെയൊക്കെ കൊത്തി 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 തിന്നാൻ തുടങ്ങി. അത്ര വലിയ രൂപമാണ് ഗരുഡൻ്റെത്. അപ്പോൾ കൊത്തി കൊത്തി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു മിസ്റ്റേക്കായിട്ട് ഒരു ബ്രാഹ്മണനെ അങ്ങനെ കടിച്ച് വിഴുങ്ങി, ഇങ്ങനെ ജസ്റ്റ് കൊത്തി വിഴുങ്ങിയ സമയത്ത് ഈ ബ്രാഹ്മണൻ്റെ ശരീരം ഈ ഗരുഡൻ്റെ കഴുത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുടുങ്ങി നിന്നിട്ട് അകത്തോട്ടും പോകണില്ല, പുറത്തോട്ടും വരുന്നില്ല. അപ്പോൾ ഗരുഡന് മനസ്സിലായി, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ച ഒരു ബ്രാഹ്മണനെ വിഴുങ്ങിയല്ലോ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ആ ബ്രാഹ്മണൻ അകത്തുനിന്ന് പറയും, എന്നെ നീ ഞാൻ പുറത്തോട്ട് വരില്ല, നീ എൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും വിട്ടാലേ ഞാൻ വരുള്ളൂ പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഭക്തന്മാർ പറഞ്ഞാൽ അവരെപ്പോഴും സ്വാർത്ഥമില്ലാതെ എപ്പോഴും പരദുഃഖി, അടുത്തവരെ കഷ്ടം കൊണ്ട് അവരെ കഷ്ടം കണ്ടേ ഇവർ ദുഃഖിക്കുന്ന ആൾക്കാർക്കാണ് വൈഷ്ണവൻ ബ്രാഹ്മണൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഗരുഡൻ അവിടെ തന്നെ ആ തുപ്പി പുറത്തെടുക്കും, ആ ബ്രാഹ്മണനെ പുറത്തെടുക്കും. അപ്പോൾ വീണ്ടും പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും ഗരുഡൻ, എനിക്ക് ഇനി ഇങ്ങനെ വിശന്നിട്ട് വയ്യ, വേറെ എന്തെങ്കിലും കഴിക്കാൻ തരണേ ചോദിക്കും. അപ്പോൾ ഈ ഋഷി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അടുത്തുള്ള ഇനിയൊരു ദ്വീപം, വലിയൊരു ഐലാൻഡ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ പോയി കഴിച്ചോളാൻ പറയും. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ വലിയൊരു എന്താ പറയുക ടോർട്ടോയ്സ്, ആമ എന്താ പറയുക, ആമയെന്നല്ല പറയുക, ടോർട്ടോയ്സ്. ആ ടോർട്ടോയ്സ് ആമയും ഒരു ആനയും രണ്ടും തമ്മിൽ ഭയങ്കര ഫൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഈ ആമയും ആനയും കൂടെ കൂടിയിട്ട് ആ ആമയുടെ സൈസ് ശാസ്ത്രങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 60 യോജന എന്ന്. ഒരു യോജന പറഞ്ഞാൽ 8 കിലോമീറ്റർ, 60 യോജന പറഞ്ഞാൽ അത്ര വലിപ്പമുണ്ടത്ര ആമ. അത്ര വലിയ ആമയും അത്ര വലിയൊരു ആനയും രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു വലിയ വൃക്ഷം, മരം. ആ മരത്തിൻ്റെ മുകളിൽ ഈ വാൽക്കില്യന്മാർ എന്ന് പറയുന്ന ഋഷികൾ, 60,000 ഋഷികൾ, അവരിങ്ങനെ കാല് മുകളിലിട്ടിട്ട് തല താഴെ ഇട്ടിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഋഷികളൊക്കെ. അപ്പോൾ ഈ അസുരന്മാരായ ഈ ആമയും ആനയും എന്ത് ചെയ്യും, ആ ഭക്തന്മാരെ എപ്പോഴും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിനെ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും. മരത്തിനെ മരത്തിനെ അങ്ങനെ പിഴുതെടുത്തിട്ട് ആ ഭക്തന്മാർക്കൊക്കെ ശല്യപ്പെടുത്താമെന്നുള്ള ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും ആമയും ആനയും എന്നുള്ള രാക്ഷസന്മാർ. അപ്പോഴാണ് ഗരുഡൻ ഇത് കാണുന്നത്. കാണുന്നുണ്ട് ഗരുഡൻ എന്തെങ്കിലും ഓടിപ്പോയിട്ട് ഒരു കൈ കൊണ്ട് ഒരു ആമയും വലിയ ആമയും മറ്റേ കൈ കൊണ്ട് ഒരു ആനയും 2 കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഗരുഡൻ 2 പേരെയും പിടിച്ച് തിന്നാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഈ മരം ഉണ്ടല്ലോ, മരം ആൾറെഡി ഇങ്ങനെ വേരോടെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മരത്തിനിങ്ങനെ ഇളകാതെ ഋഷികൾക്ക് യാതൊരു ശല്യം പെടാണ്ട് ആ മരത്തിനെ തൻ്റെ വായുകൊണ്ട് ഇങ്ങനെ പിടിച്ചു എന്ന്. വായിൽ മരത്തിനെ ഇങ്ങനെ പിടിച്ച ഋഷികൾക്ക് ഒരു ഋഷിക്കും കുറച്ചും കൂടെ ഇളകാതെ ബുദ്ധിമുട്ടില്ലാണ്ട് മരത്തിനെ അങ്ങനെ പൊക്കി വലിയ മരത്തിനെ അങ്ങനെ വേരോടെ പിടിച്ചെടുത്തിട്ട് ഒരു കയ്യിൽ ആമയും ഒരു കയ്യിൽ ആനയും എടുത്തുകൊണ്ട് ഗംഭീരമായ ഈ ഗരുഡൻ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകുകയാണെന്ന്. പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാൽക്കില്യന്മാരെന്നുള്ള ഋഷികൾക്കൊക്കെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റിങ്ങനെ ആകാശത്ത് കൂടെ വരുമ്പോൾ അവർക്ക് നല്ല AC ഇട്ട പോലെ നല്ല സുഖമായി തോന്നിയിരുന്നു ഋഷികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഈ കുറേ ദൂരം പോയിട്ട് ഗരുഡൻ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഈ ആമയും ആനയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടി നോക്കണം. ഭയങ്കര വിശപ്പ് ഗരുഡന്. അപ്പോൾ ഗരുഡൻ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ പോയി ഇരുന്നാൽ ആ മരം അപ്പം തന്നെ താഴെ വീഴും. എന്നാൽ ഗരുഡൻ്റെ സൈസ് അത്ര വലിയ രൂപമല്ലേ, മരം അപ്പം തന്നെ പൊട്ടി താഴെ വീഴുന്നു. അപ്പോൾ ഗരുഡൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് അപ്പോൾ അവിടെ ഭഗവാൻ വിഷ്ണു വരുന്നു. വിഷ്ണു വന്നിട്ട് ചോദിക്കും, ഗരുഡ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് കഴിക്കാൻ ഭയങ്കര വിശപ്പുണ്ട്, എനിക്ക് ഇരിക്കാനൊരു സ്ഥലം വേണമെന്ന് ചോദിക്കുന്നു ഗരുഡൻ വിഷ്ണുവിൻ്റെ അടുത്ത്. അപ്പോൾ ഭഗവാൻ വിഷ്ണു തൻ്റെ ഒരു കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഒരു കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഈ കൈയും പുറത്ത് നീ ഇരുന്നോ, എന്നിട്ട് ഈ കയ്യിൽ വെച്ച് തിന്നോ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ഒരു കയ്യിൽ ഇരുന്നിട്ട് ഈ ഗരുഡൻ ഈ രാക്ഷസന്മാരായ ആമയും ആനയൊക്കെ പിടിച്ച് തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഗരുഡന് ഭയങ്കര വിശപ്പായപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ഇടത്തെ കൈ കൊടുക്കുന്നു. ഈ കൈ ഇങ്ങനെ കൊത്തി തിന്നോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ 2 കൈ ഇങ്ങനെ കൊടുത്തു വന്ന്. അപ്പോൾ ഗരുഡൻ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ അമ്മ പാൽ കുടിക്കാൻ കൊടുക്കണ പോലെ ഭഗവാന്റെ കൈ കൊടുത്തപ്പോൾ ഭഗവാന്റെ കൈയിനെ ഇങ്ങനെ കൊത്തി ഭഗവാൻ തിന്നാൻ തുടങ്ങി. തിന്നപ്പോൾ ഭഗവാന്റെ ദിവ്യമായ ശരീരമല്ലേ, ആധ്യാത്മിക ശരീരമല്ലേ, അത് എത്ര കടിച്ചാലും അതൊന്നും ആകില്ല. കടിച്ച് ഗരുഡൻ്റെ വയറിന്നറിയും, പക്ഷേ ഭഗവാന്റെ കൈക്കൊന്നും പറ്റില്ല, ദിവ്യമായ ശരീരമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന് ഗരുഡൻ്റെ ചെറുപ്പത്ത് തന്നെ ഭയങ്കര ഒരു സ്നേഹമാണ് ഗരുഡൻ്റെ അടുത്ത്.
വിഷ്ണുവിന്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇവിടെ നമ്മൾ ഈ സർപ്പങ്ങളും ഈ കദ്രു സർപ്പങ്ങൾ അമ്മ എന്ത് ചെയ്യും, ഒരു ദിവസം ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ആകാശത്തിൽ കൂടെ, അതായത് ഈ വിനത കദ്രു എന്നുള്ള രണ്ട് സഹോദരികൾ രണ്ട് പേരും കൂടെ ആകാശം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും. ആ ഇരിക്കുന്ന സമയത്തിൽ ആകാശത്തിൽ കൂടെ ഒരു കുതിര ഇങ്ങനെ പറന്നു പോകും. ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞൊരു കുതിര, അതായത് ഇന്ദ്രൻ്റെ കുതിരയുടെ പേര് ഉച്ചൈശ്രവസ് എന്ന് പറയും. അതായത് ദേവന്മാരും അസുരന്മാരും കൂടി ക്ഷീരസാഗരം പാൽ കടൽ കടഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് വന്ന ഒരു ദിവ്യമായൊരു കുതിരയാണ് ഉച്ചൈശ്രവസ് എന്ന് പറയും. ആ ഉച്ചൈശ്രവസ് എന്നുള്ള വെളുത്ത കുതിര ആകാശത്തിൽ കൂടെ പറന്നു പോകുകയാണ്. പോകുന്ന സമയത്ത് ഈ കദ്രുവും വിനത രണ്ടുപേരും ഈ കുതിരയെ കാണും. കുതിരയെ കണ്ടിട്ട് ഈ വിനത പറയും, എന്ത് സൗന്ദര്യമുള്ള കുതിര, നോക്ക് എന്ത് വെളുത്ത് മേഘം പഞ്ഞു പോലെ പാല് പോലെ വെളുത്ത കുതിര എന്ന് ഈ വിനത പറയും. വിനത ഇങ്ങനെ ഗരുഡൻ്റെ അമ്മയായ വിനത ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കദ്രു എന്നുള്ളവൾ പറയും, അവൾ കുറച്ച് കുശുമ്പാണ്, ആ കുശുമ്പ് കൊണ്ട് പറയും, ഇല്ല ഇത് വെളുപ്പ്, ആ കുതിര പോയി കഴിഞ്ഞു. അപ്പോൾ ഇവൾ പറയും, ഈ കുതിര വെളുത്തതല്ല, കുതിര കറുത്തിട്ടാണ്, മുഴുവൻ വെളുപ്പല്ല, അതിൻ്റെ വാല് മാത്രം കറുത്തിട്ടാണ് പറയും. ആര്? കദ്രു. അപ്പോൾ ഒക്കെ വിനത പറയും, ഇല്ലല്ല ഞാൻ ഇപ്പോൾ കണ്ടതല്ലേ, അതിൻ്റെ മുഴുവൻ ശരീരം വെളുത്തിട്ടാണെന്ന് ഇവള് വിനത. കദ്രു ഇല്ല, അതിൻ്റെ വാല് മാത്രം കറുത്തിട്ടാണെന്ന്. അപ്പോൾ രണ്ട് പേരും തമ്മിൽ കുറച്ചിങ്ങനെ, സ്ത്രീകൾ തമ്മിലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവൾ പറയും, വിനതയും കദ്രും തമ്മിൽ കുറച്ച് അടിയായി. അപ്പോൾ ഈ കദ്രു പറയും, വിനത പറയും, നാളെ എന്നാലും നമ്മൾക്ക് ഇവിടെ നാളെ നോക്കാം, നാളെ ഈ കുതിര ഇതേ സ്ഥലത്ത് കൂടെ പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഒരു പക്ഷേ ആ കുതിരയുടെ വാല് വെളുത്തതാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ കദ്രു പറയും, ഞാൻ ആ കുതിരയുടെ വാല് വെളുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പണിക്കാരിയായിട്ട് നിൻ്റെ ദാസിയായിട്ട് മാറാമെന്ന് പറയും കദ്രു. എന്നിട്ട് കദ്രു പറയും, ഒരു പക്ഷേ ആ കുതിരയുടെ വാല് വെളുത്തതാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ വിനത ചെയ്യും, ഞാൻ നിനക്ക് ദാസിയായിട്ട് മാറാം. രണ്ടുപേരും തമ്മിലൊരു ബെറ്റ് പന്തയം വെച്ചു. എന്നിട്ട് ഈ കദ്രു എന്ത് ചെയ്തു, കദ്രുവിനറിയാം ഈ ഇന്ദ്രൻ്റെ കുതിര ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയുടെ വാല് വെളുത്തതാണെന്ന് അവൾക്കറിയാം. പക്ഷെ അവൾ എന്താ ചെയ്തത്, തൻ്റെ കുട്ടികളായ സർപ്പങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ആ കുതിരയുടെ വാലിൽ പോയി ചുറ്റി നിൽക്കണം. എല്ലാ സർപ്പങ്ങളും പോയി, കറുത്ത സർപ്പങ്ങൾ പോയി വാലിൽ ചുറ്റിയാൽ ആ വാല് ഇങ്ങനെ കറുത്ത് കാണൂലേ, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരോടും പോയി ചുറ്റാൻ പറയും. അപ്പോൾ കുറേ സർപ്പങ്ങൾ അതിന് സമ്മതിക്കില്ല, ഒരു കള്ളം പറയാനോ കള്ളത്തരം പറയാനോ അവർ സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കാത്തപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും, ഈ കദ്രു പറയും, അപ്പോൾ ഈ കദ്രു പറയും, നിങ്ങൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ജനമേജയ മഹാരാജ് എന്നുള്ളൊരു മഹാരാജൻ വന്നിട്ട് അവിടെ സർപ്പസത്രം എന്നുള്ളൊരു യജ്ഞം ചെയ്യും. അപ്പോൾ എല്ലാ സർപ്പങ്ങളും അതിൽ വീണ് ചാകേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ വീണ് ചാകട്ടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്കൊക്കെ ശാപം തരും എന്ന് പറയും. അപ്പോൾ ശാപം കിട്ടും, മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ എല്ലാ സർപ്പങ്ങളും പോയിട്ട് പേടിച്ചിട്ട് ആ ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയുടെ വാലിൽ പോയിട്ട് ചുറ്റി നിൽക്കും. ചുറ്റി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ കുതിര ഇങ്ങനെ ഉച്ചൈശ്രവസ് ഇങ്ങനെ വരാൻ സമയത്ത് നോക്കുമ്പോൾ ഈ കദ്രു വിനത രണ്ടുപേരും നോക്കുകയാണ് ഈ ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയെ. നോക്കാൻ സമയത്ത് ഈ കുതിരയുടെ വാൽ എന്ത് നിറത്തിലായിരുന്നു? കറുത്ത നിറത്തിൽ. എന്തുകൊണ്ടാണ്? ഈ സർപ്പങ്ങൾ വാലിൽ ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിനത എന്നുള്ളവൾ, ഗരുഡൻ്റെ അമ്മ, അവൾ തോറ്റുപോയി. അയ്യോ ഞാൻ തെറ്റായിപ്പോയി പറഞ്ഞിട്ട് അവൾ ദാസിയായി മാറി. ആക്ച്വലി പറ്റിച്ചതാണ്, കദ്രു പറ്റിച്ചതാണ് സർപ്പങ്ങളെ ചുറ്റിയിട്ട്. പക്ഷേ അത് ഏതായാലും പന്തയം വെച്ചല്ലേ, പന്തയത്തിൽ പറഞ്ഞതാണല്ലോ, വാല് കറുത്തതാണെങ്കിൽ ഞാൻ ദാസിയാകാതെ പറഞ്ഞതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഗരുഡൻ്റെ അമ്മയായ വിനത ഈ കദ്രുവിന് ദാസിയായി, പണിക്കാരിയായി മാറി. അപ്പോൾ ഈ കദ്രുവും മക്കളും സർപ്പങ്ങളൊക്കെ ചേർന്നിട്ട് ഈ ഗരുഡൻ്റെ അമ്മയ്ക്ക് ഓരോരോ പണികൾ, അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാ, അവിടെ ക്ലീൻ ചെയ്യും, ഇവിടെ ക്ലീൻ ചെയ്യും, എപ്പോഴും ഇങ്ങനെ ഓരോരോ പണികൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നീടാണ് ഗരുഡൻ കുട്ടിയായി ജനിച്ചത്. അപ്പോൾ ഗരുഡൻ ജനിച്ചപ്പോൾ ദാസിയുടെ മകനല്ലേ ഗരുഡൻ. അപ്പോൾ ഗരുഡനും ഇതേപോലെ തന്നെ ഈ സർപ്പങ്ങളൊക്കെ ഈ ഗരുഡനും കൂടെ പണി പറയാൻ തുടങ്ങി. ഈ ഗരുഡനും ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോ പറഞ്ഞിട്ട് ഈ ഗരുഡൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ പണികൾ പറയാൻ തുടങ്ങി. ആര്? ഈ സർപ്പങ്ങൾ, അതായത് കദ്രുവിൻ്റെ മക്കളും ചേർന്നിട്ട് തൻ്റെ ചെറിയമ്മയായ വിനതയെ പണിക്കാരിയാക്കി മാറ്റിയിട്ട് അവളെ മകനായ ഗരുഡനെയും പണിക്കാരനെ പോലെ യൂസ് ചെയ്യും. അപ്പോൾ ഗരുഡൻ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഗരുഡൻ ചോദിക്കും, നമ്മൾ എന്തിനാണ് അവർക്കിങ്ങനെ പണിക്കാരായിട്ട് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചോദിക്കും അമ്മയുടെ അടുത്ത്, വിനതയുടെ അടുത്ത്. അപ്പോൾ വിനതയുടെ മകനായതുകൊണ്ടാണ് ഗരുഡൻ ഒരു പേര് വൈനതേയ എന്നൊരു പേര്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചു വൈനതേയ എന്ന്. അപ്പോൾ ഗരുഡൻ്റെ അമ്മയായ വിനത പറയും,
നമ്മളിങ്ങനെ ഒരു പന്തയം വെച്ചിട്ട് അതിൽ തോറ്റതാണ്, ഞാൻ ദാസിയായി മാറിയിരിക്കുകയാണ്, നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നീ തന്നെ വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്, എന്നെ ഈ ദാസി എന്നുള്ള ഈ പോസ്റ്റിൽ നിന്ന് വിടുവിക്കാൻ, വിമുക്തി ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, നീ തന്നെ അവളോട് പോയി ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ ഗരുഡൻ പോയിട്ട് കദ്രുവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ആ സർപ്പങ്ങളുടെ അടുത്തും പോയി ചോദിക്കും, നിങ്ങളിങ്ങനെ എൻ്റെ അമ്മയെ ഇങ്ങനെ ദാസിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കണമെന്ന് വിട്ടു തരണം, വിമുക്തി ചെയ്യണം, അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും ഗരുഡൻ. അപ്പോൾ സർപ്പങ്ങളൊക്കെ പറയും, സർപ്പങ്ങളും കദ്രുവും ചേർന്നിട്ട് പറയും, ഞങ്ങൾക്ക് സ്വർഗ്ഗലോകത്തുനിന്ന് അമൃതം കൊണ്ടുവന്ന് തന്നാൽ ഞാൻ നിനക്ക് നിൻ്റെ അമ്മയും നിന്നെയും ഈ ദാസി എന്നുള്ളതിൽ വിട്ടു തരാമെന്ന് പറയും, വിമുക്തി ചെയ്ത് തരാമെന്ന് പറയും, സ്വർഗ്ഗലോകത്തുനിന്ന് അമൃതം കൊണ്ടുവരാനും. അപ്പോൾ അമൃതം അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനം, അമൃതം എത്ര ബുദ്ധിമുട്ട്, വെറും ദേവതകൾക്ക് മാത്രം കുടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അമൃതം ഒരു തുള്ളി കുടിച്ചാലും പിന്നെ മരണവും ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു, ഉടൻ തന്നെ പറന്ന് സ്വർഗ്ഗലോകത്തിൽ പോയിന്ന്. അപ്പോൾ ഗരുഡന് അപാരമായ ശക്തികളുടെ എല്ലാ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ചൊരു കുട്ടിയല്ല ഗരുഡൻ. അപ്പോൾ സ്വർഗ്ഗലോകത്തിൽ പോയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ വലിയ തീകൾ കൊണ്ടിങ്ങനെ ഒരു പുഴ പോലെ വലിയ തീ, ആ തീയിൻ്റെ നടുക്കെ 2 ചക്രങ്ങൾ പോലെ ഇങ്ങനെ 2 കത്തികൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, കത്തികൾ പോലെ. ആ കത്തിയുടെ നടുക്ക് 2 വലിയ വലിയ സർപ്പങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ നടുക്കെയാണ് ഈ ഒരു ചട്ടിക്കകത്ത് അമൃതം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെടുക്കാൻ പോകണമെങ്കിൽ ഗരുഡൻ എന്ത് ചെയ്യും, ആദ്യം പോകുന്ന വഴിക്കിന് 2-3 പുഴകളിലെ വെള്ളങ്ങളൊക്കെ ഒന്നിച്ച് കുടിക്കുന്നു. അത്ര വലിയ രൂപം ഗരുഡൻ്റെ. ആ പുഴയിലെ വെള്ളമൊക്കെ ഒന്നിച്ച് കുടിച്ചിട്ട് അവിടെ പോയി ആ തീ കത്തുന്ന ആ തീയുടെ മുകളിൽ ഗരുഡൻ ഫൂ പറഞ്ഞ ആ വെള്ളമൊക്കെ തുപ്പിക്കളയും. ആ കെടുത്തിയ തീയൊക്കെ കെടുത്തിയിട്ട് ആ ചുറ്റിക്കറങ്ങുന്ന ആ ചക്രത്തിൻ്റെ ഉള്ളിൽ തൻ്റെ രൂപത്തിനെ പെട്ടെന്ന് ചെറുതാക്കി മാറ്റിയിട്ട് ആ കത്തിയുടെ ഉള്ളിലകത്ത് കടന്ന് കയറി അതിൻ്റെ അകത്ത് കിടക്കുന്ന 2 സർപ്പങ്ങളെയും കൊന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് അമൃതം എടുത്തിട്ട് പുറത്തോട്ട് വരും ഗരുഡൻ. ഇത് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ് ഗരുഡൻ ചെയ്യുന്നത്. അപ്പോൾ ഗരുഡൻ ഇങ്ങനെ അമൃതം എടുത്ത് പുറത്ത് വരുന്നത് കണ്ടപ്പോൾ 33 കോടി ദേവതകൾ, ഇന്ദ്രാദി ദേവതകളൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു ഗരുഡൻ്റെ അടുത്ത്. അത്ര പേര് വന്നിട്ടും ഗരുഡൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരെയും തോൽപ്പിച്ചു എന്ന്. അപ്പോൾ എന്തായിരിക്കും ഗരുഡൻ്റെ ഒരു ശക്തി? നമ്മൾ സാധാരണ കാണുന്ന ഈ സുനാമിയോ ഒരു ഭൂകമ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവതയുടെ, ഒരു ദേവന്മാരെ ഒരു ചെറിയൊരു ശക്തിയാണ് ഈ സുനാമിയും ഈ കാണുന്ന കൊടുങ്കാറ്റും ഇതൊക്കെ. അപ്പോൾ 33 കോടി ദേവതകൾ വന്നപ്പോൾ ഗരുഡൻ ഒറ്റയ്ക്ക് ഇത്രയും പേരെയും തോൽപ്പിച്ചു വന്നു. അപ്പോൾ എന്തായിരിക്കും ഗരുഡൻ്റെ ഒരു ശക്തി? എല്ലാവരെയും തോൽപ്പിച്ചിട്ട് അപ്പോൾ ഇന്ദ്രൻ ആ സമയത്ത് തോൽപ്പിച്ചിട്ടിങ്ങനെ വരുന്ന സമയത്ത് അവൻ്റെ ശക്തി കണ്ടിട്ട് വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ തൻ്റെ കയ്യിൽ അമൃതം എടുത്തോട്ടാണ് വരുന്നത്. അമൃതം എടുത്തിട്ട് വരുമ്പോഴും ഗരുഡന് വേണമെങ്കിൽ അപ്പോൾ എന്നാൽ കുറച്ച് ക്ഷീണമായല്ലോ, കുറച്ച് അമൃതം കുടിക്കാൻ പറഞ്ഞ് കുടിച്ചില്ല എന്ന്. എന്നാ വെച്ചാൽ അമൃതം എന്തിനാണ് കൊണ്ടുപോണത്? തൻ്റെ അമ്മയെ അവിടെ നിന്ന് വിമുക്തി ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നല്ലാണ്ട് ആ അമൃതം കുടിച്ച് അമരനായിരിക്കണം എന്ന് അങ്ങനെ യാതൊരു സ്വാർത്ഥം എന്നുള്ളതില്ല ഗരുഡന്. എപ്പോഴും തൻ്റെ കാര്യമായി അതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു സെൽഫിഷ്നെസ് ഗരുഡൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളത് കണ്ടപ്പോൾ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായിട്ട് വിഷ്ണു ഗരുഡൻ്റെ അടുത്ത് വന്നിട്ട്, ഗരുഡ നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചോളൂ എന്ന് ചോദിക്കുന്നു ഗരുഡൻ്റെ അടുത്ത്. ഭഗവാൻ ചോദിക്കും, നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. ഇങ്ങനെയുള്ള ശക്തിയുള്ള ഒരാൾ വെറുതെ വിട്ടാൽ പറ്റില്ല പറഞ്ഞിട്ട് വിഷ്ണു ചോദിക്കണം, എന്താ നിനക്ക് വരം വേണ്ടത് ചോദിച്ചോ എന്ന്. അപ്പോൾ ഗരുഡൻ പറയുന്നു ഭഗവാന്റെ അടുത്ത്, ഗരുഡൻ ഭയങ്കര ശക്തിയല്ലേ, ഗരുഡൻ പറയും ഭഗവാനെ, നിനക്കെന്താ വരം വേണ്ട നീ ചോദിച്ചോ, നിനക്കെന്ത് വരം വേണ്ട നീ ചോദിച്ചോ എന്ന് ചോദിക്കുന്നു ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഭഗവാൻ പറയും, നീ എൻ്റെ വാഹനമായിരിക്കണം എന്ന്. അപ്പോൾ നിനക്കെന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയും, നീ എൻ്റെ വാഹനമായിരിക്കണം എന്ന് പറയും. ശരി പറഞ്ഞു. അപ്പോൾ ഗരുഡൻ സമ്മതിച്ചു, ഗരുഡൻ വാക്കൊടുത്തതല്ലേ, അതുകൊണ്ട് ഭഗവാന്റെ വാഹനമായിട്ട് ഗരുഡൻ മാറി. പിന്നീട് ഗരുഡൻ ചോദിക്കും ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ നീ എനിക്കൊരു വരം തരാമെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കും, അത് തരുമോയെന്ന് ചോദിക്കും. പറയും. അപ്പോൾ എന്താ വരം വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ഗരുഡൻ പറയും, ഞാൻ എപ്പോഴും നിൻ്റെ മുകളിലേ ഇരിക്കുള്ളൂ എന്ന്, നിന്നെക്കാൾ മുകളിലേ ഇരിക്കുള്ളൂ എന്ന് പറയും. ശരി ഭഗവാൻ അതിനെന്താ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ, ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൊടിമരത്തിൻ്റെ മുകളിൽ ഭഗവാൻ ഉണ്ടാവും. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡസ്തംഭം എന്ന് പറയില്ലേ, ഗരുഡ ധ്വജം, ആ കൊടിയുടെ മുകളിൽ ഗരുഡൻ ഉണ്ടാവും. കൊടിയുടെ താഴെ, വാഹനത്തിൻ്റെ താഴെ ഭഗവാന്റെ വാഹനമായിട്ടും ഗരുഡൻ ഉണ്ടാവും. അപ്പോൾ ഒരേ സമയത്ത് ഗരുഡൻ ഭഗവാന്റെ താഴെയും ഉണ്ടാവും, ഭഗവാന്റെ മുകളിലും ഉണ്ടാവും. ഭഗവാന്റെ വാഹനമായിട്ട് ഭഗവാനെ ചുമന്നുകൊണ്ട് ഗരുഡൻ പോകും,
ഭഗവാന്റെ കൊടിയിൽ ഭഗവാന്റെ ബ്രഹ്മോത്സവം, ഗുരുവായൂരിൽ ആറാട്ട് ഉത്സവം, കൊടിയേറ്റാന്നൊക്കെ പറയില്ലേ, കൊടി കയറുന്ന സമയത്ത് ആ കൊടിയിൽ ആരാ ഉണ്ടാകുക? ഗരുഡൻ. ഭഗവാന്റെ ഗരുഡൻ്റെ കൊടിയാണ് മുകളിലുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ മുകളിലും ഉണ്ടാകുന്നുള്ള വരവും കിട്ടി, ഭഗവാന്റെ വാഹനമായി മാറാനുള്ള ഇതും കിട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഇന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. ഇന്ദ്രനും ദേവതകൾക്കും അമൃതം എടുത്തിട്ട് പോവുകയും ചെയ്തു, അതുമല്ലാണ്ട് ഭഗവാന്റെ ബ്ലെസ്സിങ്ങും കിട്ടിയെന്നൊക്കെ, അനുഗ്രഹം കിട്ടിയെന്നൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രൻ സഹിക്കാണ്ട് അവിടെ നിന്ന് വന്നിട്ട് തൻ്റെ വജ്രായുധം, കയ്യിലുള്ള വജ്രായുധം എടുത്ത് ഇന്ദ്രൻ ഈ ഗരുഡൻ്റെ മേലെ എടുത്ത് എറിഞ്ഞു എന്ന്. വജ്രായുധം എടുത്ത് എറിഞ്ഞപ്പോൾ ഗരുഡൻ വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ എന്തൊക്കെ ചെയ്യാറ്, വലിയ വലിയ മലകളൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വജ്രായുധം ഉപയോഗിക്കാറ്. അങ്ങനത്തെ ശക്തിയുള്ള വജ്രായുധം എടുത്ത് ഗരുഡൻ്റെ മുകളിൽ എറിഞ്ഞപ്പോൾ ആ ഗരുഡൻ ചിരിച്ചു എന്ന്, ചിരിച്ചിട്ട് പറഞ്ഞു എന്ന്, ഈ വജ്രായുധം എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ആ വജ്രായുധത്തിൻ്റെ മേലെ ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയൊരു മുടി ഇങ്ങനെ എടുത്ത് കളയാ പറഞ്ഞിട്ട് തൻ്റെ ചിറകിൽ നിന്ന് ഒരു ചെറിയൊരു മുടി എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്ന്. വെറുതെ ഒരു 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 മര്യാദയ്ക്ക് വേണ്ടിയിട്ട്, ഒരു മര്യാദ കൊടുക്കണമല്ലോ, ഇന്ദ്രൻ്റെ ഒരു ആയുധമല്ലേ പറഞ്ഞിട്ട്. ആ വജ്രായുധം ഗരുഡന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്, അത്ര ശക്തിയാണ് ഗരുഡൻ്റെ. അപ്പോൾ ഗരുഡൻ ചെറിയൊരു ചിറക് ഇങ്ങനെ ഒരു ചെറിയൊരു മുടി മാത്രം ഇങ്ങനെ എടുത്തിട്ട് ആ വജ്രായുധത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്ന്. എന്താ വെച്ചാൽ ആ വജ്രായുധം വന്നിട്ട് ദദീജി പറഞ്ഞൊരു മഹർഷിയുടെ എല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അത് വേറെ വലിയ കഥയാണ്. ഭഗവാൻ ഇങ്ങനെ വൃത്താസുരൻ എന്നുള്ളൊരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൽ വരും ആ കഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഋഷി അദ്ദേഹത്തിൻ്റെ ഭയങ്കര തപസ്യയുള്ള ഋഷി അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് തന്നെ എടുത്ത് കൊടുത്തു എന്ന്, ആ ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വജ്രായുധം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഉണ്ടാക്കിയൊരു ആയുധമാണ്. അപ്പോൾ ആ ഋഷിയുടെ അടുത്തുള്ള മര്യാദയ്ക്ക് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ചിറകുന്ന ഒരു മുടി മാത്രം എടുത്ത് കളയാണ് പറഞ്ഞിട്ട് ഒരു ചിറക് ഇങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്ത് താഴെട്ടിട്ട് ഗരുഡൻ ചിരിച്ചുകൊണ്ട് പോകുന്നു. അത് കണ്ടപ്പോൾ ഇന്ദ്രന് എന്താണ് എൻ്റെ ശക്തി പറഞ്ഞിട്ട് സുപർണക എന്ന് വിളിക്കുന്നു. സുപർണക എന്ന് വെച്ചാൽ ഗരുഡൻ്റെ ഇനിയൊരു പേരാണ്. സുപർണ എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ നിറാണ് അത്ര ഗരുഡൻ്റെ ചിറകുകൾ. സുപർണ എന്നുള്ളൊരു പേര് അങ്ങനെ ഗരുഡന് കിട്ടി. അപ്പോൾ ഇന്ദ്രൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയെ, ഗരുഡ, ഈ അമൃതം എന്നൊക്കെ പറയണത് ദേവതന്മാർ കുടിക്കുന്ന സാധനമാണ്, അത് നീ ആരാച്ചാൽ അവർക്ക് കൊടുക്കാൻ പാടില്ല പറയുന്നു. അപ്പോൾ ഗരുഡൻ പറയില്ല, ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാനിങ്ങനെ എൻ്റെ അമ്മയെ വിമുക്തി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിട്ട് പോണത്, അല്ലാണ്ട് എനിക്കിത് കുടിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല, ഞാൻ കുടിക്കില്ല പറഞ്ഞിട്ട് ഗരുഡൻ പറയും, ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ആ സർപ്പങ്ങൾക്കും കദ്രുവിനും കയ്യിൽ കൊടുക്കും, കൊടുത്ത ശേഷം നീ വേണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ഉടൻ തന്നെ വാങ്ങിയിട്ട് വന്നോളാം പറയും. ശരി എന്ന് പറഞ്ഞ് ഇന്ദ്രനും സമ്മതിക്കും. അപ്പോൾ ഇന്ദ്രനോട് ഒരു വരം കൂടെ ചോദിക്കും ഗരുഡൻ. എന്താ വരം വേണ്ടത് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ പറയും, എനിക്ക് ഈ സർപ്പങ്ങളൊക്കെ എൻ്റെ ആഹാരമായി മാറണം എന്ന് പറയും. ഇന്ന് തൊട്ട് ഈ പാമ്പുകളൊക്കെ എൻ്റെ ആഹാരമായി മാറണം എന്ന് പറയും. അപ്പോൾ ഇന്ദ്രൻ തഥാസ്തു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സർപ്പങ്ങളൊക്കെ ഗരുഡന് ആഹാരമായിട്ട് മാറി അന്ന് തൊട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ ഈ ഗരുഡൻ ഈ അമൃതം എടുത്ത് നേരെ കൊണ്ടുവന്നിട്ട് ഈ ദർപ്പപ്പുല്ലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ എല്ലാ സർപ്പങ്ങളും കദ്രും എല്ലാവരും കൂടെ അമൃതം കഴിക്കാൻ വേണ്ടി എത്തിയെന്ന്. അപ്പോൾ ഗരുഡൻ പറയും, നിങ്ങളൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് വേണമെങ്കിൽ അമൃതം കഴിക്കാൻ, കുളിച്ചിട്ട് വരും പറഞ്ഞു എന്ന്. അപ്പോൾ എല്ലാവരും കുളിക്കാൻ വേണ്ടി പോയി സർപ്പങ്ങളൊക്കെ. ആ സമയത്ത് ആദ്യം അമ്മയെ വിടിപ്പിച്ചു. ഗരുഡൻ്റെ അമ്മയെ ആ ദാസി എന്നുള്ള ആ പണിയിൽ നിന്ന് വിമുക്തി ചെയ്ത് ഗരുഡൻ അവരെ വിടുവിച്ച് കൊണ്ടുവന്നു. അമൃതം അവരെ കയ്യിൽ ഏൽപ്പിച്ചും ചെയ്തു. ആ സമയത്ത് ഈ ഇന്ദ്രൻ വന്ന് എന്ത് ചെയ്തു, ഗരുഡൻ എപ്പോഴാണ് ഗരുഡനെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് ആ കയ്യിൽ ആ ദർപ്പയുടെ മുകളിൽ വെച്ചിരുന്ന അമൃതത്തിനെ വീണ്ടും എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോയി. അപ്പോൾ ഈ സർപ്പങ്ങളൊക്കെ അവിടെ നിന്ന് ഓടി വന്നിട്ട് അവരൊക്കെ ഭയങ്കര നിരാശയോടെ വന്നിട്ട് അയ്യോ അമൃതം കഴിക്കാൻ പറ്റിയില്ലല്ലോ നിരാശയിൽ നോക്കിയിട്ട് ഒരു തുള്ളി ഇങ്ങനെ വീണിട്ടുണ്ടോ വിചാരിച്ചിട്ട് ആ ദർപ്പപ്പുല്ലിനിങ്ങനെ നക്കും അത്രേ സർപ്പങ്ങളൊക്കെ. ദർപ്പപ്പുല്ലിങ്ങനെ നക്കിയതുകൊണ്ട് ആ സർപ്പങ്ങളെ നാക്ക് മുറിഞ്ഞിട്ട് രണ്ടായിന്ന്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കാണാം സർപ്പങ്ങൾക്കൊക്കെ രണ്ട് നാക്കാന്ന് പറയും, ഇങ്ങനെ നാക്ക് ഇങ്ങനെ ഇളകിട കാണാം. അപ്പോൾ നമ്മളെ ശാസ്ത്രങ്ങളിൽ ഭഗവത്ഗീത പുരാണങ്ങളിൽ എല്ലാ ഒരു സംഭവങ്ങൾക്കും അതിൻ്റെ പുറകിലൊരു കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ സർപ്പങ്ങൾക്ക് രണ്ട് നാക്കായി പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ ഈ ഗരുഡൻ്റെ അവതാരം, ഗരുഡൻ്റെ ഒരു ലീല, അങ്ങനെയാണ് ഗരുഡൻ ഭഗവാൻ വാഹനമായി മാറുകയും ചെയ്തു. സെയിം ടൈമിൽ ഭഗവാന്റെ കൊടിയായും മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിമരത്തിൻ്റെ മുകളിലും ഗരുഡനെ കാണാം, ഭഗവാന്റെ വാഹനമായിട്ടും ഗരുഡനെ കാണാം. അപ്പോൾ ഗരുഡൻ എങ്ങനെയാണ് അത്ര ഭഗവാനെ ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ അങ്ങനെ നല്ല AC കാറിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നല്ല AC തണുപ്പുള്ള AC ഇട്ടിട്ട് നല്ല വേണമെന്ന് ഇഷ്ടമുള്ള പാട്ടും കേട്ടുകൊണ്ട് നമുക്കങ്ങനെ പോവില്ലേ?
അതുമാതിരി ഗരുഡൻ എങ്ങനെയാണ് അത്ര ഭഗവാനെയും ശ്രീദേവി ഭൂദേവി ഇങ്ങനെ ഇരുത്തിയിട്ട് ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോകും ഗരുഡൻ്റെ പുറത്ത്. കൊണ്ടുപോകാൻ സമയത്ത് ഗരുഡൻ ഭഗവാന് വേണ്ട വിധത്തിലുള്ള ഒരു ക്ലൈമറ്റ്, ഭഗവാന് തണുപ്പ് വേണമെങ്കിൽ നല്ല തണുപ്പ് പോലെ ഇങ്ങനെ പുതച്ചു കൊടുക്കുന്ന ചിറക് കൊണ്ട്, ഭഗവാന് ചൂട് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലൈമറ്റ്. പിന്നെ ഭഗവാന്റെ ഗരുഡൻ്റെ ചിറക് ഇങ്ങനെ ഇളക്കാൻ സമയത്ത് ആ ചിറകിൻ്റെ ഉള്ളിൽ നിന്ന് സാമവേദം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തിയിൽ, പ്രേമത്തിൽ, വൈകുണ്ഠത്തിൽ പാടുന്നൊരു പാട്ടാണ് സാമവേദം. അപ്പോൾ ഗരുഡൻ എപ്പോഴാണ് ചിറക് ഇങ്ങനെ അനക്കുന്നത്, ഗരുഡൻ്റെ ചിറകിൽ നിന്ന് ഈ സാമവേദം കേൾക്കാമെന്ന്. അപ്പോൾ ഭഗവാനിൻ്റെ എല്ലാ സൗകര്യത്തിനും വേണ്ടി ഗരുഡൻ 24 മണിക്കൂറും ഭഗവാന്റെ സദാ സേവയിലിരിക്കുന്നു. നമ്മൾ ശ്രീരംഗത്തിൽ വന്ന് നോക്കിയാൽ കാണാം, ശ്രീരംഗത്തിൽ രംഗനാഥൻ്റെ മുന്നിൽ ഗരുഡൻ ഇങ്ങനെ ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സേവ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഗൺ കണ്ടീഷൻ എന്നൊക്കെ പറയില്ല, ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഭഗവാന് സേവ ചെയ്യാൻ വേണ്ടി ഭഗവാൻ എപ്പോഴാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുക ഉടൻ തന്നെ ഗരുഡൻ റെഡി ആയിരിക്കും. ഭഗവാൻ എങ്ങോട്ട് വേണ്ട വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ട്. ഭഗവാൻ ചിലപ്പോൾ ഗജേന്ദ്ര മോക്ഷം എന്നൊക്കെ ലീല നടക്കാൻ സമയത്ത് ആ ഗജരാജൻ ആദിമൂല പറഞ്ഞ് ഭഗവാനെ വിളിച്ചപ്പോൾ ഉടനെ ഗരുഡനെ വിളിച്ച് ഗരുഡൻ്റെ പുറത്ത് മേലെ കയറി ഇരുന്നിട്ടാണ് ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഭഗവാന്റെ നിത്യസുരി, ഭഗവാനെ നിത്യമായിട്ട് വൈകുണ്ഠത്തിൽ സേവ ചെയ്യുന്ന ഒരു സേവകനാണ് ഈ ഗരുഡൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൽ പറയുന്നത് പക്ഷീണാം വൈനതേയശ്ച പക്ഷീണാം എന്ന്, പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനാണെന്ന് പറയേണ്ടതെന്ന്. അപ്പോൾ ഈ ഗരുഡൻ്റെ ലീലകൾ കുറേ ഉണ്ട്. നമ്മൾ വേറൊരു ലീലയിൽ പറയുന്നുണ്ട്, ഗരുഡ ഗർഭഭംഗം എന്ന് പറഞ്ഞിട്ട് ശ്രീരംഗത്തിൻ്റെ അടുത്തുള്ള പുണ്ടരീകാക്ഷ ടെമ്പിൾ എന്നുള്ളൊരു ക്ഷേത്രത്തിൽ നടന്നൊരു ലീല ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരിക്കൽ ഈ ഗരുഡൻ ഒരു സർപ്പത്തിനെ, മൈഥിലി പറഞ്ഞൊരു സർപ്പത്തിനെ, സർപ്പം എന്ന് വെച്ചാൽ അവർക്ക് രൂപങ്ങളുണ്ട്. സർപ്പങ്ങൾ എന്ന് വെച്ചാൽ അവർ സാധാരണ സർപ്പങ്ങളല്ല, വേറെ ഈ നാഗലോകത്തുള്ള സർപ്പങ്ങൾ, അവരൊക്കെ പുരുഷന്മാരെ മാതിരി രൂപത്തിലുണ്ടാവും. അപ്പോൾ ആ ഇന്ദ്രൻ്റെ ഒരു സാരഥി ഉണ്ടായിരുന്നു, ഇന്ദ്രൻ്റെ സാരഥി. ആ സാരഥിയുടെ മകളെ ഈ ഒരു സർപ്പത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗരുഡൻ ആ സർപ്പത്തിനെയാണ് തിന്നാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗരുഡന് ദിവസം കുറേ സർപ്പങ്ങളിങ്ങനെ പിടിച്ച് തിന്നുമ്പോൾ ഈ സർപ്പങ്ങളൊക്കെ ചേർന്ന് ഒരു പ്രാർത്ഥന ചെയ്തു ഗരുഡൻ്റെ അടുത്ത്, ഗരുഡ നീ ഇങ്ങനെ എല്ലാ സർപ്പങ്ങളെയും പിടിച്ച് തിന്നണ്ട, ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ദിവസം ഓരോരോ സർപ്പത്തിനെ കൊണ്ടുവന്ന് തരാമെന്ന് പറയും. ഓരോരോ സർപ്പങ്ങൾ ദിവസം ഗരുഡന് ആഹാരമായിട്ട് മാറാമെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തു. ഈ സർപ്പങ്ങൾ വാക്ക് കൊടുത്തിട്ട് ഓരോരോ സർപ്പങ്ങൾ ഗരുഡന് ആഹാരമായിട്ട് ഓരോ ദിവസം ഓരോ സർപ്പങ്ങൾ പോവും കഴിക്കാൻ. അപ്പോൾ ഈ അന്നത്തെ ദിവസം ഈ ഇന്ദ്രൻ്റെ സാരഥിയുടെ മകളെ ഭർത്താവാണ് ഗരുഡൻ കഴിക്കേണ്ടതായിട്ടിരുന്നത്. അപ്പോൾ ആ സർപ്പം പോയി കരഞ്ഞ് ഇന്ദ്രനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ദ്രൻ പറയും, അയ്യോ എന്നെക്കൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, ആ ഗരുഡൻ്റെ ശക്തി എന്താണെന്ന് വിചാരിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല, പക്ഷേ എല്ലാവർക്കും എല്ലാ ആപത്തു നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ കാലിൽ പോയി നമ്മൾ വീണ് ശരണം പ്രാപിച്ചാൽ എന്തൊക്കെ ദുഃഖത്തിലും ഏതൊക്കെ ഒരു കഷ്ടത്തിലും നമ്മൾ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പറയും. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഈ സർപ്പം എന്ത് ചെയ്യും, ഉടൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് മഹാവിഷ്ണു ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ കാലിൽ പോയി ഭഗവാനെ ചുറ്റുന്നു, ഭഗവാനെ എന്നെ രക്ഷിക്കണേ പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഒരു ദുഃഖകരമായ സിറ്റുവേഷനിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവസാനമായിട്ട് നമ്മളെ രക്ഷിക്കാനുള്ളത് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ്റെ അടുത്ത് മാത്രം നമ്മൾ ശരണം എന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി, ഉടൻ തന്നെ ഭഗവാൻ അവിടെ ഉണ്ടാവും നമ്മളെ രക്ഷിക്കാൻ എല്ലാ സമയത്തിലും. അപ്പോൾ ഈ ഭഗവാൻ ആരാണ് ശരണം പ്രാപിച്ചത് അവർക്ക് പിന്നെ ഒരു പരാജയം പറയുന്നതില്ല. അപ്പോൾ എപ്പോഴാണ് ഈ സർപ്പം വന്ന് ഈ ഭഗവാന്റെ കാലിൽ വീണത്, ഉടൻ തന്നെ ഭഗവാൻ പറയും, ഓ ഞാൻ നിനക്ക് അഭയം തന്നിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് ഭഗവാൻ വാക്ക് കൊടുക്കും ആ സർപ്പത്തിന്. ആ സമയത്താണ് ഈ ഗരുഡൻ ആ പാമ്പിനെ പിടിച്ച് തിന്നാൻ വേണ്ടി ഗരുഡൻ അങ്ങോട്ട് വരുന്നത്. ഗരുഡൻ അങ്ങോട്ട് വന്നപ്പോൾ ഭഗവാൻ പറയും, ഭഗവാന്റെ അടുത്തുനിന്ന് ഗരുഡൻ ചോദിക്കും, ഭഗവാനെ ഇത് എനിക്ക് ആഹാരമായിട്ടുള്ള സർപ്പമാണ്, അപ്പോൾ ഇതിന് നിങ്ങൾ വിട്ടു തരണമെന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഇല്ല, ഞാൻ ഈ സർപ്പത്തിന് ഇന്ന് അഭയം കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ നീ ഈ സർപ്പത്തിന് ഇന്ന് കഴിക്കണ്ട, നീ വേറെ ഏതെങ്കിലും ഒരു സർപ്പത്തിന് വേണമെങ്കിൽ കഴിച്ചോ, ഇതിന് ഞാൻ രക്ഷിച്ചാൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഈ ലീലയ്ക്ക് പേര് ഗരുഡ ഗർഭഭംഗം. ഗരുഡന് ഒരിക്കൽ കുറച്ച് ഗർവം വന്നപ്പോൾ ആ ഗർവത്തിനെ ഭഗവാൻ മാറ്റിയെടുത്തു എന്ന്. സോ ഭഗവാന് ഈ ഭക്തന്മാരിൽ ഗർവം പിടിക്കുന്നത്, അഹങ്കാരം പിടിക്കുന്നത് ഭഗവാന് തീരെ ഇഷ്ടമല്ല. ഭക്തന്മാരെപ്പോഴും ഭഗവാന്റെ അപാരമായ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് വിശ്വാസത്തോടെ ഇരിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അത് നമ്മൾ സ്വയശക്തി കൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിച്ചാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല. അതെപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോവുകയുള്ളൂ.
അപ്പോൾ അപ്പോൾ ഗരുഡൻ ഒരിക്കലും ഇങ്ങനെ അഹങ്കാരം വരില്ല. എന്ന് വെച്ചാൽ ഗരുഡൻ ഭഗവാന്റെ നിത്യസേവകൻ, വൈകുണ്ഠത്തിൽ നിത്യമായിട്ടും ഭഗവാന് സേവ ചെയ്യുന്ന ആളാണ് ഗരുഡൻ. അപ്പോൾ ഗരുഡൻ ഇങ്ങനെ അഹങ്കാരം വരുമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയില്ലേ, അമ്മായിയമ്മ മരുമക്കൾക്ക് പഠിപ്പിക്കണമെങ്കിൽ മകൾക്കാണ് വഴക്ക് പറയാം. മകളെ വഴക്ക് പറയണത് കൊണ്ട് മരുമകൾക്ക് പഠിപ്പിക്കും അത്രേ അമ്മായിയമ്മ. അതുപോലെ ഭഗവാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തൻ്റെ ഭക്തന്മാരെ കൊണ്ട് ലോകത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിക്കും. എങ്ങനെ ഇപ്പോൾ അർജുന് ഭഗവത്ഗീത പറയുമ്പോൾ അർജുനൻ എന്താ ഒന്നും അറിയില്ല, അർജുനൻ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും അർജുനനെ ഒരു മൂലമായിട്ട് വെച്ചിട്ട് അർജുനൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും, കൃഷ്ണൻ ഇങ്ങോട്ട് ഉത്തരം പറയുകയായിട്ട് അർജുനനിൽ കൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത. അതുപോലെ തന്നെ ഈ ഗരുഡനിൽ കൊണ്ട് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് എങ്ങനെ ഈ അഹങ്കാരം എന്നുള്ള സാധനം എങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ആപത്താണ്, ഒരു ഡേഞ്ചറാണെന്നുള്ളത് ഈ ഗരുഡനിൽ കൂടെ ഭഗവാൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഗരുഡൻ പറയും, ഓ ഭഗവാനെ, നിനക്ക് എൻ്റെ ശക്തി നിനക്കറിയില്ലേ, ഞാൻ എന്ത് ശക്തിമാനാണ് ഞാൻ. നിങ്ങൾ എപ്പോഴാണോ ആ ക്ഷീരസാഗരം പാലിൻ്റെ കടൽ അതിനടുത്തിങ്ങനെ കടയാൻ സമയത്ത്, പാൽക്കടൽ ഇങ്ങനെ കടയാൻ സമയത്ത് ദേവന്മാരും അസുരന്മാരും എല്ലാവരും ചേർന്ന മന്ദര പർവ്വതത്തിന് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് കുറേ അസുരന്മാരും ദേവന്മാരൊക്കെ മരിച്ചുപോയി. ആ സമയത്ത് ഭഗവാനെ, നിങ്ങൾ എൻ്റെ പുറത്ത് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ ഇടത്തെ കൈകൊണ്ട് ഭഗവാനെ നിങ്ങൾ ആ മന്ദര പർവ്വതം എടുത്ത് എൻ്റെ മുകളിൽ വെച്ചു. അപ്പം ഞാൻ ആ മന്ദര പർവ്വതത്തെയും ഭഗവാനായ നിങ്ങൾ രണ്ടുപേരും ചുമന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഗരുഡൻ കുറച്ച് ഗർവത്തിൽ കുറച്ച് അഹങ്കാരത്തിൽ സംസാരിക്കും ഭഗവാൻ്റെ അടുത്ത്. അപ്പോൾ ഭഗവാനെ, എൻ്റെ ശക്തി നിനക്കറിയില്ലേ, ഞാൻ ആ മന്ദരപർവ്വതവും നിങ്ങളും ചുമന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ പോയപ്പോൾ പാലിൻ്റെ കടൽ കടയാൻ വേണ്ടിയിട്ട് ഒരു കയർ വേണ്ടേ, കയറായിട്ട് ആരാണ്? വാസുകി എന്നുള്ള സർപ്പം, ആ സർപ്പത്തിനാണ് കയറാക്കി വെച്ചിരിക്കുന്നത്. മന്ദരപർവ്വതമാണ് കടയാനുള്ള ഒരു അച്ച് കല്ലായിട്ട്. അപ്പോൾ ഈ ഗരുഡനെ കണ്ടപ്പോൾ ഈ വാസുകി എന്നുള്ള സർപ്പം പേടിച്ചു പോയിന്ന്. അപ്പോൾ ഭഗവാൻ പറയും, ഗരുഡ നീ കുറച്ച് ദൂരം നിൽക്കും, എന്നാലേ സാർ വാസുകി പുറത്തോട്ട് വരുള്ളൂ എന്ന്. അപ്പോൾ അത്ര ശക്തിയുള്ള ഞാൻ ആരാണ് പറഞ്ഞ് ഗരുഡൻ ഇങ്ങനെ പറയും. നമ്മൾ ഇതിൽ കേൾക്കൂലേ, ഹരിനാമ കീർത്തനത്തിൽ പറയില്ലേ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിലകിലും ഞാൻ ഇതെന്ന വഴി തോന്നണമേ വെറുതെ നാരായണ. ഞാനെന്ന ഭാവം എപ്പോൾ വരുമ്പോഴോ അപ്പം നമ്മളവിടെ കുടുങ്ങിയെന്ന് വിചാരിക്കണം. എപ്പോഴാണ് നമ്മൾ ഭക്തിയിൽ താഴെ വീണ് പോവുക, അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ ഞാൻ എന്നുള്ള ഭാവം നമുക്ക് തോന്നുക. അപ്പോൾ ഗരുഡൻ എപ്പോഴാണ് ഞാൻ എന്നുള്ള ഈ ഭാവം വന്നത്, അപ്പോൾ ഭഗവാൻ ഇത് മനസ്സിലായി, എന്തോ ചെറിയൊരു പെശകുണ്ട്, എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിനെന്താ ഒരു മരുന്ന് പറഞ്ഞിട്ട് ഗരുഡൻ ഭഗവാൻ പറയും, അതേ ഗരുഡ, നീ അത്ര ശക്തിമാനാണോ? അതെയോ, എന്നാൽ നീ ശരി, എൻ്റെ ഈ കൈ ഒന്ന് എടുത്ത് നോക്കട്ടെ പറഞ്ഞിട്ട് ഭഗവാന്റെ ഈ ഇടത്തെ കൈ എടുത്തിട്ട് ഒരു വിരലൊന്ന് ഞാൻ നിൻ്റെ മുകളിൽ വയ്ക്കുക, ഇതൊന്ന് നീ ചുമന്നുകൊണ്ട് പറഞ്ഞിട്ട് ഭഗവാന്റെ ഇടത്തെ കൈത്തെ ഒരു ചുണ്ട് വിരലെടുത്ത് ഗരുഡൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. ആ ഗരുഡൻ്റെ മുകളിലൊരു വിരൽ വെച്ചതും ഗരുഡൻ്റെ ആ ഭഗവാന്റെ വിരലിൻ്റെ ഒരു വെയിറ്റ് സഹിക്കാൻ പറ്റാണ്ട് ഗരുഡൻ അവിടെ തല ചുറ്റി താഴെ വീണുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഗരുഡൻ്റെ ഒരു ഗർവത്തിന് ഭഗവാൻ എടുത്തു കളയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ അകത്തുള്ള അഹങ്കാരത്തിന് ഭഗവാൻ നമ്മളെ എടുത്തു കളയും. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് നമ്മളെപ്പോഴും കുംഭകോണത്തിൽ പോയാൽ, അതായത് ശ്രീരംഗത്ത് നിന്ന് 100 കിലോമീറ്റർ ദൂരത്തിൽ പോയാൽ കുംഭകോണം പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ കുംഭകോണത്തിൽ പോയാൽ അവിടെ നാച്ചിയാർ കോവിൽ പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ നാച്ചിയാർ കോവിൽ എന്നുള്ള ക്ഷേത്രത്തിൽ ലോകത്തിലെവിടെയും കാണാൻ പറ്റാത്ത അത്ഭുതമായ ഒരു ഗരുഡൻ്റെ വിഗ്രഹമുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള വിഗ്രഹം. ഞാനപ്പോൾ കുറേ ദിവസം കൊണ്ട് പ്രജീഷ് പ്രഭുവിനോട് പറയുന്നുണ്ട്, നിങ്ങളെ അരീക്കോളിലുള്ള ഭക്തന്മാരൊക്കെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കൊറോണ ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്കൊക്കെ അങ്ങോട്ട് പോകാം. ആ ലോകത്തിൽ സ്പെഷ്യലായിട്ടുള്ള ആ വിഗ്രഹം ഗരുഡൻ്റെ വിഗ്രഹം, കല്ലുകൊണ്ടുള്ള ഗരുഡൻ്റെ വിഗ്രഹമാണ്. ആ വിഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ വിഗ്രഹത്തിന് എടുത്ത് ഉത്സവ സമയത്തിൽ ആ കല്ലിൻ്റെ വിഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവരും. സാധാരണ കല്ലിൻ്റെ വിഗ്രഹങ്ങളൊന്നും ചുമന്ന് പല്ലക്കിൽ വെച്ച് കൊണ്ടുപോകാറൊന്നുമില്ലല്ലോ. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ആ കല്ലിൻ്റെ വിഗ്രഹത്തിന്, ഗരുഡൻ്റെ വിഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവരും. ആ പുറത്ത് കൊണ്ടുവരുന്ന സമയത്താണ് സ്പെഷ്യൽ. എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, വലിയ വിഗ്രഹമാണ്. വെറും 4 പേര് ആ വിഗ്രഹത്തിനെ വെറുതെ ചുമന്ന് 4 പേര് പുറത്ത് കൊണ്ടുവരും. 4 ആൾക്കാർ. ഒന്നത് പുറത്ത് വന്ന ഉടനെ ഒരു 4 പടി കടന്ന് പുറത്ത് വരും. ആ പുറത്ത് വന്ന ഉടനെ അതിൻ്റെ വെയിറ്റ് ഭാരം കൂടും, ഡബിളാവും. വെയിറ്റ് കൂടിയിട്ട് ആ 4 പേർക്ക് പൊന്തിക്കാൻ പറ്റില്ല. പിന്നെ 8 ആൾ വേണം അതിനെ പൊന്തിക്കാൻ. 8 പേര് വന്നിട്ട് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്നും കൂടെ 2 മടങ്ങായി.
പിന്നെ 8 പേര് പൊന്തിക്കണ ആ ഭാരം 16 പേര് വേണം പിന്നെ അതെടുക്കാൻ. ആ 16 പേര് ഒരു റൂം കഴിഞ്ഞ് അടുത്ത റൂം കണ്ടു പോകുമ്പോൾ അവിടെ കുറച്ച് പടിക്കെട്ടുണ്ട്, അത് ഇറങ്ങിയ ഉടനെ അതിൻ്റെ ഭാരം ഇനിയും ഇരട്ടിയായി 32 പേര് വേണം. അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ 32 പേരും പോയി 64 പേരാവും. പിന്നെ ലാസ്റ്റിൽ അതിന് ആർക്കും ചുമക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അങ്ങനെ ആ ഗരുഡൻ്റെ വിഗ്രഹത്തിനെ കൊണ്ട് വലിയ ചങ്ങലയിലിട്ട് കെട്ടിയിട്ട് ഒരു തേരിൽ വയ്ക്കും. തേരിൽ വെച്ചിട്ട് 128 ആൾക്കാർ ചേർന്ന് ആ തേര് വലിച്ച് കൊണ്ടുപോകും അമ്പലത്തിൽ. അപ്പോൾ ഇത് എവിടെയും നമ്മൾ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റാത്തൊരു അതിശയമാണിത്. ഇന്നും നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് യൂട്യൂബിൽ പോയി കാണണമെന്ന് വിചാരിച്ചാൽ കൽ ഗരുഡ സേവയെന്ന് അടിച്ചാൽ കിട്ടും. കൽ ഗരുഡ സേവ, തമിഴിൽ പറയും കല്ലിൻ്റെ ഗരുഡൻ, കൽ ഗരുഡ സേവ. അപ്പോൾ സ്പെഷ്യലായിട്ട് ആ ചുമന്ന് വരുന്ന സമയത്ത് ഗരുഡൻ്റെ മുഖത്ത്, അവിടെയുള്ള ഗരുഡൻ്റെ വിഗ്രഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ വേർത്തൊലിക്കുന്ന കാണാം. നമ്മളൊക്കെ മുഖത്തിൽ ഇങ്ങനെ വേർത്തൊലിക്കില്ലേ, വെള്ളം പോലെ വരില്ലേ മുത്തുമുത്തായിട്ട്, അതുപോലെ ആ ഗരുഡൻ്റെ വിഗ്രഹത്തിൽ അന്ന് വിശർത്തിട്ട് ഇങ്ങനെ മുത്തുമുത്തായിട്ട് ഇങ്ങനെ വെള്ളം കാണാം ഗരുഡൻ്റെ മുഖത്ത്. അപ്പോൾ അത് അന്നത്തെ ദിവസം നമ്മളവിടെ ഉത്സവത്തിൽ കാണാൻ പോയാൽ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പല BSNL TV-കാരും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കായിരിക്കും. അപ്പോൾ വൈകുന്നേരം രാത്രി സമയത്താണ് ഗരുഡൻ പുറത്തോട്ട് വരുന്നത്. പുറത്ത് വന്ന് രാത്രി മുഴുവൻ ആ അമ്പലത്തിന് ചുറ്റി ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ടാണ് ഭഗവാൻ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ അകത്തോട്ട് പോകുന്ന രാവിലെ 3 മണിയൊക്കെ ആവും. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണിയാകുമ്പോൾ അപ്പം തിരക്ക് കുറയും. അപ്പം നമ്മൾ ഗരുഡൻ്റെ കൂടെ നമുക്ക് അകത്തോട്ട് പോവുകയും ചെയ്യാം. അകത്തോട്ട് പോകുന്ന സമയത്ത് ആദ്യം 128, പിന്നെ ഒരു 64, പിന്നെ 32 പേര്, പിന്നെ 16 പേര്. എന്നിട്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ 4 പേര് വെറുതെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉള്ളിൽ വയ്ക്കാം. അതിന്നും നമുക്ക് അവിടെ കാണാം, കൽ ഗരുഡൻ്റെ സേവ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പൂജാരികളുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം, എന്താണ് ഇങ്ങനെ വെയിറ്റ് കൂടുന്നതും കുറയുന്നതും. അങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു, നമ്മളെ ഈ ഹെഡ് വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, തലക്കനം എന്നൊക്കെ പറയില്ലേ, ഹെഡ് വെയിറ്റ്, തലക്കനം. അതായത് നമ്മൾ ഭഗവാന്റെ അടുത്ത് ചേരുമ്പോൾ നമ്മളെ ഹെഡ് വെയിറ്റ് ഒക്കെ കുറയുന്നു, നമ്മളെ വെയിറ്റ് തലക്കനം കുറയും അത്ര. ഭഗവാനിൽ വിട്ട് ദൂരെ പോകെ നമ്മളെ ഹെഡ് വെയിറ്റ്, നമ്മളെ തലക്കനം കൂടുന്നു, അഹങ്കാരം കൂടുന്നു. അപ്പോൾ അതാണ് ഗരുഡൻ അവിടെ കാണിക്കുന്നത് എന്ന്. ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് പുറത്ത് വരുമ്പോൾ 4 പേര്, ഇനി കുറച്ചും കൂടെ ദൂരെ പോകുമ്പോൾ 8 പേര്, കുറച്ചും കൂടെ ദൂരെ പോകുമ്പോൾ 16. അങ്ങനെ ഭഗവാനെ വിട്ട് ദൂരെ പോകെ നമ്മൾ അഹങ്കാരം കൂടുന്നു. വീണ്ടും നമ്മൾ അഹങ്കാരമൊക്കെ വിട്ട് ഭഗവാന്റെ അടുത്തോക്ക് ദിവസം ഹരിനാമം ജപിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞ് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഈ തലയിലുള്ള കനങ്ങളൊക്കെ പോയിട്ട് നമ്മൾ വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് സിമ്പിളായിട്ട് മാറുന്നു. അതാണ് ഗരുഡൻ നമുക്കവിടെ കാണിച്ചു തരുന്നത്. ഈ ഗരുഡ സേവ എന്നുള്ള ഉത്സവത്തിൽ കുംഭകോണത്തിൽ നമ്മൾ ഇന്നും കാണാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കുറേ സ്പെഷ്യലായിട്ടുള്ള ഗരുഡന്മാരുണ്ട്. വേറൊരു സ്ഥലത്തിൽ തിരുവെള്ളിയംകുടി എന്നുള്ളൊരു സ്ഥലത്തിൽ ഭഗവാന്റെ ശംഖ് ചക്രം രണ്ടും ഗരുഡന് കൊടുത്തിട്ട് നിൽക്കുന്നത്. അവിടെ ഗരുഡൻ കയ്യിൽ ശംഖ് ചക്രം പിടിച്ചിട്ടുള്ള ഒരു ഗരുഡനെ കാണാം, തിരുവെള്ളിയംകുടി പറഞ്ഞ സ്ഥലം, അതും കുംഭകോണത്ത് അടുത്ത് തന്നെ. പിന്നെ വേറൊരു സ്ഥലത്തിൽ തഞ്ചാവൂർ എന്ന് പറയും, തഞ്ചാവൂർ എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു ഉത്സവത്തിൽ 24 ക്ഷേത്രങ്ങളുള്ള എല്ലാ വിഗ്രഹങ്ങളും ഗരുഡൻ്റെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഭഗവാനെ ഗരുഡൻ്റെ മുകളിൽ ഇരുത്തി കാണുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര വിശേഷമാണ്. തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാം ഗരുഡ സേവ എന്ന് പറയാൻ. ഭഗവാനെ നല്ല വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയിട്ട് ഒരു വാഹനം, ഗരുഡനെ പോലെ ഒരു പക്ഷി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ ഇരുത്തിയിട്ട് ചുമന്ന് കൊണ്ടുവരും. അത് ഭയങ്കര രസമാണ് കാണാൻ. ഗരുഡ സേവ പറയും. ശ്രീരംഗത്തിലൊക്കെ ആ ഗരുഡ സേവ നടക്കുമ്പോൾ 1000-കണക്കിന് ആൾക്കാരാണ് വരിക. അപ്പോൾ അതുപോലെ ഈ തഞ്ചാവൂരിലെ ഒരു സ്ഥലത്തിൽ, തഞ്ചാവൂരിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്, ഈ തിരുനാങ്കൂർ പറയും, തിരുനാങ്കൂർ. അവിടെ പോയാൽ ഒരേ ദിവസം 11 ക്ഷേത്രങ്ങളുള്ള മൂർത്തികൾ, എല്ലാ മൂർത്തികളും ഒന്നിച്ച് 11 ഗരുഡ സേവ ഒറ്റ ദിവസം നമുക്ക് കാണാം. അത് 11 ഗരുഡ സേവ പറയും. അത് വളരെ സ്പെഷ്യലാണ്. അതുപോലെ നവതിരുപ്പതി പറഞ്ഞ് തിരുനെൽവേലിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ 9 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഒരേ ദിവസത്തിൽ 9 ഗരുഡന്മാരെ മുകളിൽ ഇരുന്നിട്ട് വരുന്ന കാണാം. അത് നവതിരുപ്പതി ഗരുഡ സേവ എന്ന് പറയും. അതുപോലെ തിരുക്കുറുങ്കുടി, ശ്രീവില്ലിപുത്തൂർ പറഞ്ഞ 2 സ്ഥലത്ത് അവിടെ ഇതുപോലെ 5 ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ വരും. അത് 5 അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ 5 ഗരുഡവാഹനൻ്റെ മുകളിലിരുന്ന് ഒറ്റ സമയത്ത് നമുക്ക് ദർശനം തൊഴാം. ഇതിനെല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് തഞ്ചാവൂരിൽ ഒരു വർഷത്തിൽ ഒരു ദിവസം നടക്കും ഒരു ഗരുഡ സേവ. അവിടെ പോയാൽ ഒറ്റ ദിവസം 24 ഗരുഡ സേവ, 24 ക്ഷേത്രങ്ങൾ, അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ അവരവരെ ഗരുഡൻ്റെ പുറത്തിരുത്തിയിട്ട് അതിനൊരു കാളവണ്ടിയിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. 24 ഗരുഡ സേവ നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ ശാസ്ത്രത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ഗരുഡൻ വന്നിട്ട് വേദത്തിൻ്റെ സ്വരൂപം എന്ന് പറയുക, വേദശൃംഗി എന്ന് പറയുക.
വേദത്തിൻ്റെ അവതാരമായിട്ടാണ് ഗരുഡനെ പറയുന്നത്. ആ ഗരുഡൻ തന്നെ വേദത്തിൻ്റെ അവതാരം. ആ ഗരുഡൻ്റെ കൃപ കൊണ്ട് നമുക്കും അനുഗ്രഹം തന്ന് നമ്മളകത്തുള്ള അഹങ്കാരങ്ങൾ കൽമഷങ്ങളൊക്കെ എടുത്ത് നമുക്കും ആ വേദത്തിലുള്ള അറിവ് തന്നിട്ട് നമുക്കും ഭക്തി തന്ന് നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആ ഗരുഡനോട് പ്രാർത്ഥിക്കാം. ശ്രീ ഗരുഡാഴ്വാർ കീ ജയ്, ശീല പ്രഭുപാദ് കീ ജയ്, ശീല ഗുരുദേവ് കീ ജയ്, ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണി കീ ജയ്. അപ്പോൾ സാധാരണ നമ്മൾ യാത്രയൊക്കെ ചെയ്യാൻ സമയത്ത് യാത്ര തുടങ്ങും മുന്നേ ഗരുഡൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഗരുഡൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ആ യാത്രയിൽ വിഘ്നങ്ങളൊന്നും വരില്ല എന്ന് പറയും. അതുമാതിരി ഗരുഡൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച നല്ലതായി കിട്ടുമെന്ന് പറയും. അതുമാതിരി ഗരുഡൻ്റെ ശ്രീരംഗത്തുള്ള സ്പെഷ്യലായിട്ടുള്ള ഗരുഡന് ഒരു ദിവസം 36 മീറ്റർ നീളമുള്ള വസ്ത്രമാണ് ഗരുഡന് ചാർത്താറ് ശ്രീരംഗത്ത്. അത്ര വലിയ ഗരുഡനല്ലേ, കണ്ടിട്ടില്ല എല്ലാവരും ശ്രീരംഗത്തിൽ ഭഗവാന്റെ മുന്നിലുള്ള ഗരുഡൻ. ആ ഗരുഡൻ്റെ വസ്ത്രം മാത്രം 36 മീറ്റർ നീളമാണ് അത്ര ഗരുഡൻ്റെ വസ്ത്രം മാത്രം. ശ്രീ ഗരുഡാഴ്വാർ കീ ജയ്, ശീല പ്രഭുപാദ് കീ ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദേ, ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ.